നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ വൈഫാണ് എടുക്കുകയാണ് പോയ്സണായിട്ട്. സുചി ഇപ്പോൾ എങ്ങനെയുണ്ട്? ആശ്വാസം തോന്നുന്നുണ്ടോ? ഇപ്പോഴും ആശ്വാസമായത്. 6 ദിവസം കഴിഞ്ഞിട്ടല്ലേ? ഇപ്പോഴും പറ്റിന്ന് പോകുന്നുണ്ട്. പനിയൊക്കെ കുറഞ്ഞു? പനി കുറഞ്ഞു. ഇനി ഇപ്പോഴും നമ്മൾ ഡിസ്ചാർജ് ആയിട്ടില്ല? ആയിട്ടില്ല. ചൊവ്വാഴ്ച നമ്മളൊന്നും എടുക്കുന്നതല്ലേ? തിങ്കളാഴ്ച വൈകുന്നേരം. എന്താ ഇപ്പോൾ അവരോട് പറയാനുള്ള? നമ്മൾ ഈ ഫുഡ് പോയ്സണിനെ പറ്റിയിട്ട് മറ്റുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അത് ശരി. പക്ഷേ ഈ ജീവൻ പണയം വെച്ചിട്ടുള്ള ഇങ്ങനെ അവർ സമ്പാദിച്ചിട്ട് എന്താ കാര്യമല്ലേ? അതെ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പലതും പ്രതീക്ഷിക്കാതല്ല ഉണ്ടാവും. പക്ഷെ പലരും എന്നോട് ആവശ്യപ്പെട്ടു നിങ്ങൾ തീർച്ചയായും വീഡിയോ ചെയ്യണം. അത്രയധികം സീരിയസ് ആയ ഒരു പ്രശ്നമാണ് ഫുഡ് പോയ്സൺ. എനിക്ക് ഈ ഫുഡായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് തന്നെ വന്നപ്പോൾ അതിൻ്റെ കാഠിന്യം അറിയാം. നിങ്ങൾ മുൻ വീഡിയോ കണ്ടില്ല? എൻ്റെ വൈഫ് 6 ദിവസമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. അന്ന് പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പനി, വയറിളക്കം, ഛർദി, പിന്നെ ഒന്ന് പറഞ്ഞ ഫുഡ് പോലും കഴിക്കല്ല. ഇന്നാണ് നമ്മൾ ട്രിപ്പ് ഒന്ന് ഊരിയത്. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തില്ലേ എല്ലാ കാര്യങ്ങളും. പക്ഷെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോലും പറ്റില്ല. അത്രയും അവർ അനുഭവിച്ച വേദന, ഇത്ര ദിവസം നമ്മൾ ബോഡിയിൽ കിടന്ന ടെൻഷൻ, ഇന്നും ഇപ്പോഴും നമ്മൾ ഡിസ്ചാർജ് ആയിട്ടില്ല. നമ്മൾ ഇവിടെ എല്ലാ ചെക്കപ്പും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞു. ആ ഫുഡ് പോയ്സൺ ഭയങ്കര ഡേഞ്ചർ, സാൽമണല്ല. അതിൻ്റെ വേരിയൻ്റ് നമ്മൾ ചെക്ക് ചെയ്തു. എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞു. അതായത് നമ്മൾ വെള്ളിയാഴ്ചയാണ് ആസാദ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചത്. തിരുവനന്തപുരം ആസാദ് ഹോട്ടൽ ഫേമസ് ആണ്. ഫേമസായ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല. നമ്മൾ ആ പ്രതീക്ഷയായിട്ട് അവിടെ ചെന്നു. ഹോസ്പിറ്റൽ കേസ് തന്നെയായിട്ടാണ് നമ്മൾ ചെന്നത്. ഈ ഭക്ഷണം കഴിക്കുന്നത് പോലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം നല്ല ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചൂടായ ഫ്രഷായ ഭക്ഷണം കിട്ടുന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് കയറി ഭക്ഷണം കഴിച്ചതാണ്. ട്രാവൻകൂർ ബിരിയാണി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഞാനതൊന്ന് ഷൂട്ട് ചെയ്ത് അതൊന്നും ഇട്ടു. അതൊരു തെളിവാണ്. തെളിവ് പറയല്ല, നമ്മളതിന് ബില്ലൊന്നുമില്ല, കംപ്ലയിൻറ്റ് ചെയ്യും. പക്ഷേ അതൊരു തെളിവാണ്. ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണി കഴിച്ചെന്നുള്ളത്. സാമ്പാർ നല്ല വരുന്നത് മിക്കവാറും കുക്കാവാത്ത ഫുഡിൽ നിന്നോ ചിക്കനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത്. ഈ പഴയ ബിരിയാണിയാണ് അവർ കൊടുത്തിരിക്കുന്നുള്ള തെളിവാണത്. അപ്പോൾ ബാർഗെയിൻ ചെയ്യല്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ ഇതുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഹോട്ടൽ മുതലാളികളൊക്കെ നാട്ടിൽ ഞാൻ 30 കൊല്ലമായിട്ട് ഹോട്ടലിൽ ജോലി ചെയ്യുന്നതാണ്. ഫുഡായിട്ട് ബന്ധപ്പെട്ട അറിവ് ഉണ്ടാകുന്നതാണ്. ആ പേടി കൊണ്ട് മാത്രമാണ് ഞാൻ അത്തരത്തിലുള്ള ഹോട്ടലിൽ കയറിയത്. അതൊരു ഫേമസ് ഹോട്ടലാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവർ ഇപ്പോൾ ഞങ്ങളിപ്പോൾ പറയുമ്പോൾ തന്നെ അവിടുന്ന് പലരും ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 72 hours ആണ്, നിങ്ങൾക്കറിയാം. അതിന് കഴിഞ്ഞിട്ടാണ് ഈ അസുഖം വന്നത്. ജീവൻ പണയം വെച്ചു. ഇത്ര കഠിനമായ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ 2 പേരാണ് ബിരിയാണി കഴിച്ചത്. പക്ഷേ ഞാൻ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ആ ബിരിയാണി കഴിച്ചില്ല. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്തു. പക്ഷേ ചിക്കൻ്റെ പീസ് കഴിച്ചത് എൻ്റെ വൈഫാണ്. ഇത്രയൊരു ഡേഞ്ചറായ സിറ്റുവേഷൻ നിങ്ങൾക്കും വരാം. നിങ്ങളെല്ലാവരും കരുതിയിരിക്കുക. പക്ഷേ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, കംപ്ലയിൻറ്റിനേലധികം എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സമ്പാദ്യം ഉണ്ടാക്കുന്നത്? നമ്മൾ ഫുഡ് എങ്ങനെ ഹൈജീനായിട്ട് ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഴകിയ ഭക്ഷണം കൊടുത്തോ? കാലാവസ്ഥ ഭക്ഷണം പ്രോപ്പറായിട്ട് ചൂടായിട്ടുള്ളതും അതിൻ്റെ പ്രോപ്പറായിട്ട് ടെമ്പറേച്ചറിൽ കൂൾ ചെയ്തിട്ടുള്ള ഭക്ഷണമൊക്കെ നിങ്ങൾ കൊടുത്തോ? നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ക്രഞ്ചി ഫുഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇതുപോലെ തരത്തിൽ ഒരിക്കലും നിങ്ങൾ ലാഭം ഉണ്ടാക്കരുത്. നമ്മളൊരു പരാതിയായാലും വിട്ട് ഒരു അവയർനെസ് ആയിട്ട് തീരട്ടെ എന്നാണ് ഞാനിത് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു മനുഷ്യജീവൻ വെച്ചിട്ട് ഇതുപോലെ എത്ര ആൾക്കാർക്ക് വേണ്ടിയിരുന്ന് ഇത് കാണുന്ന ആസാദ് ഹോട്ടലോ അല്ലെങ്കിൽ മറ്റുള്ള ഹോട്ടൽ വേറെ അറിയാം. ഇത്ര ഫേമസ് ആയ ഒരു ഹോട്ടൽ എന്തിനും ഇങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അന്ന് ഞാനൊരു റീലിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. കാരണം ജീവിതത്തിൽ ഈ ഇൻക്യുബേഷൻ പീരീഡ് 72 hours എന്ന് പറഞ്ഞു. ഇത് നമ്മൾ കഴിച്ച ക്വാണ്ടിറ്റി എത്രയാണ്, ഇത് കഴിച്ച ആളുടെ ഇമ്മ്യൂണിറ്റി, അതുപോലെ ഇത് എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ കഴിച്ചു, ഇതെല്ലാം നമ്മുടെ അതിൻ്റെ തീവ്രത കൂട്ടുമെന്നാണ് നമ്മൾ പറയുന്നത്.
ഇത് എത്ര നല്ല കുക്ക് ചെയ്താലും സ്പേർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബാക്ടീരിയ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ട് ചൂടാവാത്തതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല, പഴയ ബിരിയാണിയാണെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും പറയും നീ ഈ ഫുഡിനെ കുറിച്ച് അറിയുന്നില്ലേ, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ സിംറ്റംസ് ഉണ്ട്. പുറത്തൊക്കെ ഒരു ഫുഡിൻ്റെ നമുക്ക് മണോ അല്ലെങ്കിൽ നിറവ്യത്യാസമോ മാത്രം സൈനല്ല. പഴയ ഫുഡായിരിക്കാം, പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതെ ആയിരിക്കാം, കണ്ടാമിനേഷൻ പലതരത്തിലും വരാം. ഫുഡിൽ നിന്ന് ഫുഡിരിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യൻ നിന്ന് ഫുഡിരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള യൂട്ടിലിറ്റീസ് ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും വരാം. ഇതൊക്കെ സാധ്യതകളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ടാണ് ഈ ആസാദ് അല്ലെങ്കിൽ ഒരു ക്ലാസ് റെസ്റ്റോറൻറ്റോ ഹോട്ടലോ അവർ പൈസ അധികം ചാർജ് ചെയ്യുന്നത്. ഒരു തട്ടുകടയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇതുപോലെയുള്ളൊരു സ്ഥാപനം 4-5 സ്ഥാപനമുള്ളത് സെൻട്രലൈസ്ഡ് കിച്ചണൊക്കെ ഉണ്ട്, അവരാണ് ഇതേപോലെ ചെയ്യുന്നത്. അതും തിരുവനന്തപുരം നഗരത്തിൽ. നിങ്ങളതിൻ്റെ ഭീകരാവസ്ഥ എന്നാണ് നമ്മളെ ഇത് കംപ്ലൈൻറ്റ് പോയില്ലെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ശാന്തി ഹോസ്പിറ്റൽ തൃശ്ശൂർ ജില്ലയിൽ ശാന്തി ഹോസ്പിറ്റലാണ്. ഡോക്ടർ അതിൻ്റെ ഭീകരാവസ്ഥ ഡോക്ടർ പറഞ്ഞു തന്നു. ഭീകരാവസ്ഥ പറഞ്ഞു തന്നത് നമ്മൾ ഭീകരാവസ്ഥ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്രയധികം വേദന തിന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എത്ര പേരുണ്ടാവുമെന്ന് ഞാൻ പറയുന്ന ഫുഡ് പോയ്സൺ. ഇത്രയധികം നമ്മുടെ ഗവൺമെൻറ് സംഘടന സംവിധാനം മുഴുവൻ ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഈ കാര്യങ്ങൾ തടയാൻ പറ്റാത്ത ഭയങ്കര കാര്യമാണ്. ഇത് തടയാന്നുള്ള വെച്ചാൽ ഇതുപോലെ എസ്റ്റാബ്ലിഷ്ഡായ ഫാമുകൾ പോലും പ്രസിദ്ധമായ ഫുഡ് സ്ഥാപനങ്ങൾ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എവിടെ ആരും വിശ്വസിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും. നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പുറമേ നിന്ന് ഭക്ഷണം. ഞാനൊരു കുക്കാണ് അല്ലെങ്കിൽ ഷെഫാണ്. ഞാൻ പോലും നിങ്ങളിനി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. കാരണം നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ ഫുഡ് സേഫ്റ്റി ഇല്ല, അവർ പഠിച്ചവരല്ല. പക്ഷേ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ അവയർനെസ് എത്തുന്നുണ്ട്. എന്നിട്ട് പോലും എന്തെങ്കിലും സംഭവിക്കുന്ന അറിയില്ല. എൻ്റെ പൊന്നു മുതലാളി, നിങ്ങൾ തീർച്ചയായും നോക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പരാതിയിലും വിട്ട് കംപ്ലൈൻറ്റിനും വിട്ട് നിങ്ങൾ നോക്കുന്നത് ജീവൻ പോയാലത്തെ ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങൾ ഇത് മനസ്സിലാക്കണം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് കാണുന്നവരൊന്നും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതുപോലത്തെയുള്ള ഹോട്ടലിൽ ലാഭം മാത്രം നോക്കുന്ന ഈ ഹോട്ടലിൽ ഈ കഴുത്തറപ്പൻ രീതിയിൽ നിങ്ങൾ ഒരിക്കലും കയറരുത്. നിങ്ങൾ തിരിച്ചറിയും. ഈ സ്ഥാപനത്തോട് മാത്രമല്ല, മിക്കവാറും മുതലാളി അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഷെഫാണ് കുക്ക് ചെയ്യണമെന്ന് അവൻ പഴയ സാധനങ്ങൾ എടുത്ത് കുക്ക് ചെയ്യാം. പ്രോപ്പറായിട്ട് അവൻ കുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതിനെ അവൻ പ്രോപ്പറായിട്ട് ചിലപ്പോൾ കൂളിങ് ചില്ലിങ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഇതിൻ്റെ റീസൺ ആവും. അപ്പോൾ എല്ലാവരോടും കൂടി ഒരു അവയർനെസ്സാണ്, പരാതിയല്ല, എല്ലാം കരുതിയിരിക്കുക. ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞാൽ മാരക വിഷം നമ്മുടെ കയ്യിൽ കയറിയ നമ്മുടെ ഓർഗൺ വരെ ഇത് എഫക്റ്റ് ചെയ്യാം, മരണം വരെ സംഭവിക്കാം. നമ്മളൊരു മരണപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അങ്ങനെ സംഭവിക്കാൻ ദൈവത്തിനോട് നന്ദി പറയണം. ഇത്തരത്തിലുള്ള ഒരു കാര്യം എല്ലാവരും കൂടി ഇന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധയ്ക്ക് വരുത്താൻ വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായും പറയണം. താങ്ക് യു ടു എവരിബഡി.